ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. വീണ്ടും മമ്മൂട്ടി തരംഗം 2025 വിടവാങ്ങുകയാണ്. വീണ്ടും നമുക്ക് കാണാൻ കഴിയുന്നത് 50 കോടി ക്ലബ്ബിൽ മമ്മൂട്ടി സ്ഥിര അംഗമായി മാറുന്നു എന്നുള്ളത് തന്നെ. നീണ്ട നാലാമത്തെ വർഷവും അല്ലെങ്കിൽ തുടർച്ചയായ നാലാമത്തെ വർഷവും മമ്മൂട്ടിക്ക് മാത്രം 50 കോടി സ്ഥിരമായി ലഭിക്കുന്നു. വേറെ ഒരു നടനും തുടർച്ചയായ 4 വർഷങ്ങളിൽ 50 കോടി ലഭിച്ചിട്ടില്ല. പ്രത്യേകിച്ച് 2022 തൊട്ട് ഇങ്ങോട്ട് മമ്മൂട്ടി സിനിമകൾ എല്ലാം തന്നെ 50 കോടിയിലേക്ക് എത്തുന്ന കാഴ്ച കാണാൻ കഴിയുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് ഇടയിൽ ഓർമ്മിപ്പിക്കുന്നു. 2022 ഭീഷ്മപർവം എന്ന ചിത്രം മമ്മൂട്ടിയുടേതായി 50 കോടി കടന്ന ചിത്രമായി. ഫൈനലായി സിനിമ 93 കോടിയോളമാണ് വന്നതായി റിപ്പോർട്ടുകളിൽ വന്നിരിക്കുന്നത്. 2023 കണ്ണൂർ സ്കോഡ് 84 കോടിയോളമാണ് സിനിമയുടേതായി നേടിയത്. തുടർച്ചയായ 2 വർഷവും മമ്മൂട്ടിക്ക് 50 കോടി ക്ലബ്ബിൽ ഇടം പിടിക്കാൻ കഴിഞ്ഞു. മൂന്നാമതായി എത്തിയത് ഭ്രമയുഗമാണ്. ഭ്രമയുഗവും സിനിമ 50 കോടിക്ക് മുകളിലേക്ക് കടന്നു. 82 കോടിയോളമാണ് സിനിമയുടേതായി പുറത്തു വന്ന റിപ്പോർട്ടുകൾ. വീണ്ടും മമ്മൂട്ടിയുടെ ടർബോ എന്ന ചിത്രം 70 കോടിയോളമാണ് അവസാനമായി വന്ന റിപ്പോർട്ടുകൾ. പിന്നീട് സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടുകളൊന്നും തന്നെ വന്നില്ല. ഏകദേശം 7-8 ദിവസങ്ങൾ കൊണ്ട് 70 കോടി കടന്ന ചിത്രത്തിന് ഫൈനലായി പിന്നീട് കളക്ഷൻ റിപ്പോർട്ടുകൾ ആരും തന്നെ പുറത്തുവിട്ടിട്ടില്ല. പല ട്രാക്കേഴ്സും പല കണക്കുകൾ പറഞ്ഞെങ്കിലും പിന്നീട് മമ്മൂട്ടി കമ്പനി പോലും അതിന് അനങ്ങുന്ന കാര്യങ്ങൾ കണ്ടില്ല. അതുകൊണ്ട് തന്നെ 70 കോടി കടന്ന ആ ചിത്രവും 2024 50 കോടി കടന്നു. ഇന്ന് 2025 കടക്കുമ്പോൾ ഒരു പക്ഷേ ഒരിക്കലും ആ ഒരു വർഷം മമ്മൂട്ടിക്ക് 50 കോടി പോയിട്ട് വിജയ ചിത്രം പോലും ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിച്ച വർഷത്തിൽ ഇവിടെ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് ബോയ്സ് ഒരു ആവറേജ് ഹിറ്റ് എന്നുള്ള ലെവലിലേക്ക് എത്തുകയും പിന്നീട് നമുക്ക് അടുത്ത ചിത്രമായ കളങ്കാവൽ, അതായത് ഒരു പ്രതീക്ഷയും ഇല്ലാതെ വന്ന അഭിനയ പ്രാധാന്യം മാത്രമുള്ള കൊമേഴ്ഷ്യൽ എലിമെൻറ്റുകൾ വളരെ കുറവുള്ള ആ ഒരു ചിത്രം 50 കോടി പോയിട്ട് 5 കോടി അടിക്കുമോ എന്ന പ്രേക്ഷകൻ്റെ ചിന്തയും ആരാധകൻ്റെ ചിന്തയും എന്തിന് പ്രൊഡക്ഷൻ കമ്പനിയുടെ ചിന്തയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കാര്യം മാറി മറിയുന്നത് കണ്ടു. ഇന്ന് മലയാളിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചിത്രമായി മാറുകയാണ് കളങ്കാവൽ. മമ്മൂട്ടിയുടെ പെർഫോമൻസ് കൊണ്ട് സിനിമ 85 കോടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. 82 കോടിയോളമാണ് ട്രാക്കേഴ്സ് പുറത്തുവിട്ട കണക്കുകൾ. മമ്മൂട്ടി കമ്പനി ഇതുവരെ 75 കോടി മാത്രമാണ് ആ ഫൈനലായി പറഞ്ഞിരിക്കുന്നതും. എന്തായാലും വരും ദിവസങ്ങളിൽ സിനിമയുടെ അപ്ഡേറ്റുകളും കാര്യങ്ങളുമൊക്കെ കാണാൻ നമ്മൾ കൊതിക്കുന്നു. ഇവിടെ എടുത്തു പറയേണ്ട കാര്യം, തുടർച്ചയായ 4-ാം വർഷത്തിലേക്ക് കടക്കുമ്പോഴും മമ്മൂട്ടിക്ക് സ്ഥിരമായി 50 കോടിയുണ്ട്. 26 മമ്മൂട്ടിക്ക് മൾട്ടിപ്പിൾ ഗംഭീര സിനിമകളാണ്. തീർച്ചയായും അതിൽ പലതും 50 കോടിയല്ല 100 കോടി കവർ ചെയ്യുമെന്നും നമുക്കറിയാം. അപ്പോൾ തുടർച്ചയായി ഈ ഒരു റെക്കോർഡ് മമ്മൂട്ടിക്ക് തന്നെ. ഇങ്ങനെയൊരു റെക്കോർഡ് വേറെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കമൻസൂടെ പറയാം. തീർച്ചയായും ഇനി വരുന്ന വർഷങ്ങളിലും മമ്മൂട്ടി തന്നെയായിരിക്കും നമ്പർ 1 ആയി ഇങ്ങനെ കുതിച്ചു പോയെന്ന്. ഈ റെക്കോർഡ് അത്ര പെട്ടെന്ന് ആരും തകർക്കില്ല. വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.